നമ്മുടെ കഴിഞ്ഞ 3 മത്സരങ്ങൾ നമ്മൾ ആരൊക്കെയായിട്ടാണ് കളിച്ചത്? വൂൾസ്, ലീഡ്സ്, ഇന്ന് ബേൺലി. പ്രീമിയർ ലീഗിലെ ഈ സീസണിൽ റെലിഗേറ്റ് ആകാതിരിക്കാൻ വേണ്ടി മരിച്ചു കിടന്ന് പൊരുതുന്ന 3 ടീമുകൾ, പ്രീമിയർ ലീഗിലെ ഏറ്റവും മോശം 3 ടീമുകൾ. അപ്പം ഇവർക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ 3 മത്സരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വപ്നമാണ്. ഇങ്ങനത്തെ 3 ടീമുകളെ അടുപ്പിച്ച് നമുക്ക് നേരിടാൻ പറ്റുന്നു. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ 3 മത്സരങ്ങൾ ജയിക്കണം. നമുക്ക് 9 പോയിൻ്റ്, 3 മത്സരങ്ങളിൽ 9 പോയിൻ്റ് നമ്മൾ നേടണം. നമ്മുടെ 4 എന്ന് പറയുന്നത് നമ്മുടെ GD നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള പറ്റിയ അവസരമാണ്. മുന്നോട്ടുള്ള ഫിക്സ്ചർ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ 3 എണ്ണം ജയിക്കുക, 9 പോയിൻ്റ് നേടുക എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ഒരാഗ്രഹം. പക്ഷേ നമ്മൾ ഈ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് 9 പോയിൻ്റ് നേടേണ്ട നമ്മൾ 3 പോയിൻ്റാണ് നേടിയിരിക്കുന്നത്. പോയിൻറ്റ്സ് ടേബിളിൽ 7ാം സ്ഥാനത്തോട്ട് പോകുന്നു. നമ്മുടെ പുറകിൽ കിടന്ന ബ്രെൻഫോർഡ്, ന്യൂകാസിലൊക്കെ നമ്മളെക്കാളും മുകളിലോട്ട് പോകുന്നു. ചെൽസിയൊക്കെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. സുഖസുന്ദരമായിട്ട് ഈ 9 പോയിൻ്റ് നമ്മൾ നേടിയിരുന്നെങ്കിൽ നമുക്കിപ്പം 32 എന്നുള്ളത് 38 പോയിൻ്റ് ആയേനെ. സുഖമായിട്ട് 4ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാമായിരുന്നു. നമ്മുടെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് നമ്മൾ ഈ പോയിൻറ്റ്സൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം ഡാരൻ ഫ്ലെച്ചറിൻ്റെ കീഴിൽ നമ്മൾ ഇന്ന് റൂബൻ അമോറിം സാക്കായതിനു ശേഷം ഡാരൻ ഫ്ലെച്ചറിൻ്റെ കീഴിൽ ആദ്യത്തെ മത്സരത്തിന് നമ്മൾ ഇറങ്ങി. അപ്പോൾ അതിൽ കണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പോസിറ്റീവായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള സെസ്കോ ആണ്. സെസ്കോ ഇന്ന് 2 ഗോൾ സ്കോർ ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഡാരൻ ഫ്ലെച്ചറിൻ്റെ സിസ്റ്റവും കുറേയും കൂടെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കളിച്ച രീതിയും കുറേയും കൂടെ നമ്മുടെ സ്ട്രൈക്കറിനെ കുറേയും കൂടെ ഫീഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളിന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സെസ്കോയ്ക്ക് ഇന്നത്തെ മാച്ചിൽ പുള്ളിക്ക് 7 ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ പുള്ളി 2 സ്കോർ ചെയ്തു. അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും കൂടെ സെസ്കോ ഹെഡർ വഴിയോ എല്ലാം സ്കോർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പറ്റിയില്ല. എങ്കിലും ഇന്നത്തെ മാച്ചിൽ 8.9 റേറ്റിംഗുമായിട്ട് മാൻ ഓഫ് ദ മാച്ച് സെസ്കോ ആണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ശരിക്കും പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു വലിയൊരു മാറ്റം പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗോളുകളൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അഗ്രഷൻ, പ്രസ്സിങ്, ഒരു ഹാലൻഡിൻ്റെ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ട് ഞാൻ ഹാലൻഡുമായിട്ട് കമ്പയർ ചെയ്യല്ല. പിന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ടീമിൽ തിരിച്ച് വന്ന ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നും അസിസ്റ്റ് കൊടുക്കുന്നു. 5 ചാൻസ് മാച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സെസ്കോയ്ക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റ്, ആ ഒരു ബോളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അങ്ങനത്തെ ഒരു പാസ് കൊടുക്കാനുള്ള ഒരു വിഷൻ മാത്രമല്ല, അങ്ങനത്തെ ഒരു വിഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നമ്മുടെ ടീമിൽ ഈ ഒരു മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ 2-3 മത്സരം മിസ് ചെയ്തിട്ട് സുഖസുന്ദരമായിട്ട് പുള്ളി വന്നിട്ട് പുള്ളിയുടെ പഴയ രീതിയിൽ തന്നെ പുള്ളി വീണ്ടും കളിക്കുന്നു. പിന്നെ ഉള്ള അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമി ഗ്രാജുവേറ്റ് ഷിയ ലെയ്സി 18 വയസ്സുള്ള ആ ചെക്കനൊക്കെ വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ സബ്ബായിട്ട് വരാൻ വേണ്ടിയൊക്കെ അവിടെ നിൽക്കുമ്പോഴത്തേനും എനിക്ക് തോന്നിയെന്നു വെച്ചാൽ ഇവൻ അണ്ടർ 18 കളിക്കേണ്ട ചെക്കൻ. ഇവനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും ഫിസിക്കൽ ലീഗിൽ ഇത്ര കടാമുട്ടന്മാരുടെ ഇടയിലോട്ട് എന്തിനു വിടുന്നു എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നതാണ്. പക്ഷേ അവൻ വന്നു കഴിഞ്ഞിട്ട് അവൻ ശരിക്കും ആ ഒരു ലെഫ്റ്റിലോട്ട് അവൻ റൈറ്റ് വിങ്ങിലാണ് കളിച്ചത്. അപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കട്ട് ചെയ്ത് വന്നിട്ട് അവൻ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് എടുക്കുന്ന ആ ഷോട്ടുകൾ ശരിക്കും ആൻ്റണിയൊക്കെ അങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് കട്ട് ചെയ്ത് വന്ന് ഷോട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഷോട്ടിലൊന്നും ഇത്രയും പവറില്ല. എന്തോ പവർ അവൻ്റെ ഷോട്ട്. അവൻ എടുത്ത 2 ഷോട്ട്സിൽ അവൻ്റെ 2 മൊമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അവൻ ഫൈനൽ തേർഡിൽ. അതിൽ 2ലും അവൻ ഷോട്ട് എടുത്തു. അതിൽ ആദ്യത്തെ ഷോട്ടെന്ന് പറയുന്നത് ഞാൻ ഓർത്തു ഗോളായി, വണ്ടർ ഗോൾ. ഞാൻ എഴുന്നേറ്റ് അലറി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ക്രോസ് ബാറെ ഹിറ്റ് ചെയ്ത് ബാറെ കൊള്ളുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ 2 അവസരം. രണ്ടാമത്തേത് പിന്നെ കുറച്ച് മേളിൽ കൂടെ അങ്ങ് പോയി.
അവൻ അവസരം ശരിക്കും പറഞ്ഞാൽ അവന് അവസരം കൊടുക്കാത്ത അമോറിം വലിയൊരു തെറ്റാണത്. അവന് അവസരം കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാജുവേറ്റ്സ് നമ്മുടെ ടീമിലുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ എന്നാ പറയുക അക്കാഡമി ഗ്രാജുവേറ്റ്സിന് കഴിവില്ല എന്നുള്ള രീതിയിലൊക്കെ അമോറിം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെയാണ് ശരിക്കും അമോറിമിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യം. കാരണം ഇന്ന് ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇന്ന് ഡാരൻ ഫ്ലെച്ചർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ പുള്ളി കൂടുതൽ അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നടത്തുന്നത്. ഇപ്പം ഷിയാ ലേസി വന്ന സമയത്തും ഉഗാർത്തയെ മാറ്റിയിട്ടാണ്, ഒരു മിഡ്ഫീൽഡറിനെ മാറ്റിയിട്ടാണ് അടുത്തൊരു അറ്റാക്കറിനെയും കൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഗെയിം കില്ല് ചെയ്യാനും ഗെയിം ജയിക്കാനും ഉള്ള ഒരു ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ മാച്ചിൽ എനിക്കറിയാം ഇന്നത്തെ മാച്ചിൽ സെർക്സിയെ സബ് ചെയ്തല്ലോ. സെർക്സിയെ പോണക്കത്തെ ഒരു സബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിക്കവാറും സെസ്കോയെ ആയിരുന്നു അമോറിം മാറ്റിയാണ് സെസ്കോയെ. പക്ഷേ ഇന്ന് സെസ്കോയുടെ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല കുണിയയ്ക്ക്. അപ്പോൾ കുണിയെ മാറ്റുന്നു, സെർക്സിയെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുത്തിയിട്ടുള്ള. കുറേ കൂടെ അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നു, അറ്റാക്കിൽ കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മുടെ ടീമിനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു അവസാന ഭാഗമൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഇപ്പം ഡാരൻ ഫ്ലെച്ചറൊക്കെ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഫുട്ബോളൊക്കെ നമ്മൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പം ഇത്രയും നാൾ വേറൊരു രീതി കളിച്ചുകൊണ്ടിരുന്ന ടീമിൽ പെട്ടെന്ന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും നോക്കിയാൽ കുറേ കൂടെ ഡയറക്റ്റ് ആകാൻ തുടങ്ങി. ഫൈനൽ തേർഡിലോട്ട് പെട്ടെന്ന് എത്തി. അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് നടത്തുന്ന റൺസ് മാരക ഓട്ടം. അപ്പോൾ ആ റൺസിനെ ബാക്കിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ക്രോസസ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതി ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈനിങ് ഫുട്ബോളാണ്. നമ്മൾ ഇന്ന് ഈ ഒരു 2-2 നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മിഡ്ഫീൽഡ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. മിഡ്ഫീൽഡിൽ നമുക്കൊരു കസമീറോ എന്ന് പറയുന്ന മനുഷ്യൻ അടുപ്പിച്ച് 2 മത്സരം ഒരാഴ്ച കളിക്കുക എന്ന് പറയുന്നത് പുള്ളിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ മിഡ്ഫീൽഡ് പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. ഉഗാർത്തെ കസമീറോക്കാളും ബെറ്റർ ആയിരുന്നു. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത ആദ്യത്തെ ഗോളിൻ്റെ സമയത്ത് നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡ്, യുണൈറ്റഡിൻ്റെ റൈറ്റ് സൈഡാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഡാലോ കസമീറോ അടങ്ങുന്ന ആ ഒരു റൈറ്റ് സൈഡ് ടാർഗറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഗോൾ അടിച്ചവൻ്റെ കസമീറോടെ ഡാലോടെയൊക്കെ മുന്നിൽ കൂടെ കൂളായിട്ട് ബോളുമായിട്ട് പോവുക, യാതൊരു പ്രഷറും ഇല്ല. അതിലും ഡിഫ്ലക്ഷൻ ഗോൾ ഹെവൻ്റെ കാലത്ത് തട്ടി അത് ഗോൾ കയറുന്നു. അതിലും നമ്മുടെ ഒരു എന്നാ പറയുക നിർഭാഗ്യം എന്ന് പറയാം ആ ഗോൾ. രണ്ടാമത്തെ ഗോൾ നോക്കിയാലും നിർഭാഗ്യം എന്ന് പറയുന്നതിലും അവരുടെ ഒരു എന്നാ പറയുന്നത് അവരുടെ ടാലൻറ്റിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത്രയും വണ്ടർ ഗോളുകൾ ആ സമയത്ത് അവിടെ നിന്ന് സ്കോർ ചെയ്യുക. നമ്മുടെ ആ ഒരു സോൺ 14 ആ ഒരു ഏരിയ, ഫൈനൽ തേർഡിൽ ആ ഒരു ഏരിയ, ഡിഫൻസിൻ്റെ മുന്നിലുള്ള ഭാഗം നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പ്രഷർ ഇല്ലാതെ പല ടീമുകളും ഇങ്ങനത്തെ ടീമുകളും ഷോട്ട് എടുക്കുന്നു, വണ്ടർ ഗോൾസ് സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും ആ ഒരു രണ്ടാമത്തെ ഗോളിൻ്റെ സമയത്ത് യാതൊരു പ്രഷറും ഇല്ലാതാണ് അവൻ ഷോട്ട് എടുക്കുന്നത്. 0.24 ആണ് ശരിക്കും ബേൺലിയുടെ XG. അവിടെ നിന്നുകൊണ്ട് അവർ 2 ഗോൾ സ്കോർ ചെയ്തു. നമ്മുടെ 2 ഗോൾ ക്ലിയറൻസ്, ഗോൾ ലൈൻ ക്ലിയറൻസ്, 2 സേവുകളാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഓൾമോസ്റ്റ് കുണിയാടൻ ഡോർഗുവിൻ്റെ ലിച്ചയുടെ ഗോള് ഡിസലവ് ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും നമ്മളിന്ന് ക്രോസ് ബാറെ ഹിറ്റ് ചെയ്ത ചാൻസും ഒക്കെ നോക്കിയാൽ നമ്മൾ എന്തുകൊണ്ട് ജയിക്കേണ്ട മാച്ച്. എന്നാലും മിഡ്ഫീൽഡ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ എന്നാ പറയുന്നത് നമ്മുടെ അമോറിമിനെ സാക്ക് ചെയ്ത ഒമർ ബറാഡയും വിൽകോക്സും ഒക്കെ മാച്ച് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ കണ്ടൻറ്റേഴ്സ് അല്ലെങ്കിൽ അടുത്ത സീസണിൻ്റെ അവസാനം ആര് കോച്ചാകണം എന്നുള്ള തരത്തിലുള്ള ഒത്തിരി റൂമേഴ്സ് വരുന്നുണ്ട്. ഇപ്പം ഡിസർവിയുടെയും അതുപോലെ തന്നെ തോമസ് തുക്കലിൻ്റെ പേരും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഫബ്രീസോ റൊമാനോ പറയുന്നത്. ഈ 2 പേരുകൾ ലിസ്റ്റിലുണ്ട്, യുണൈറ്റഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഈ 2 പേരുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ ഒമർ ബറാഡയുടെ വിൽകോക്സിൻ്റെയൊക്കെ ആധിപത്യമാണെങ്കിൽ ഇങ്ങനത്തെ എന്നാ പറയുക കടുംപിടുത്തക്കാരായിട്ടുള്ള കോച്ചിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ വെറും ഹെഡ് കോച്ച് എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് യുണൈറ്റഡിനെ കോച്ച് ചെയ്യാൻ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അവർക്കൊക്കെ തോമസ് തുക്കലോ അല്ലെങ്കിൽ ഡിസർബി എന്നൊക്കെ പറയുന്ന കോച്ചുകൾ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം. മാനേജർ എന്നുള്ള പറയുന്ന ആ ഒരു ടൈറ്റിൽ അവരുടെ റിക്രൂട്ട്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെയുള്ള ഫ്രീഡം കൊടുത്താൽ മാത്രമേ അങ്ങനത്തെ കോച്ചുകൾ വരത്തുള്ളൂ. പിന്നെ ബാക്കി ഡാരൻ ഫ്ലെച്ചർ മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത മാച്ചും കൂടെ FA കപ്പിൽ അടുത്തത് ബ്രൈറ്റനെതിരെയുള്ള മാച്ച് അതും കൂടെ മാനേജ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഒലയോ അല്ലെങ്കിൽ കാരിക്കോ അല്ലെങ്കിൽ 2 പേരും കൂടെ വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
എന്താണെങ്കിലും നല്ല വമ്പൻ മത്സരങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി, ആർസണൽ, ഫുൾഹാം, ടോട്ടൻഹാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.